35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഖച്ഛായ മാറ്റിയ ഒരു ഗ്രാമമുണ്ട് വാണിയംകുളം വെള്ളിയാടിൽ. 1 കോടി രൂപ വിനിയോഗിച്ച് വെള്ളിയാട് അരിക്കത്ത് മനപ്പടി നഗറിലാണ് സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കിയത്. 2021-22 വർഷത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചിലവിലാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അരിക്കത്ത് മനപ്പടി നഗറിൽ സമഗ്ര വികസന പദ്ധതി പൂർത്തിയാക്കിയത്. ആകെ 31 വീടുകളുള്ള നഗറിൽ 28 വീടുകൾക്കും ആനുകൂല്യങ്ങൾ ലഭിച്ചു. അവശേഷിക്കുന്ന 3 വീടുകൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ഓടിട്ട വീടുകളുടെ മേൽക്കൂരകളിലെ പട്ടികകൾ മാറ്റി ഇരുമ്പാക്കി. പണി പാതിവഴിയിൽ കിടന്നിരുന്ന ടെറസ് വീടുകളുടെ ചുമരുകളും റൂഫിംഗുകളും സിമന്റിൽ പണിതീർത്തു. ശുചിമുറികളുടെ നവീകരണം തുടങ്ങുകയുമാണ് പ്രധാനമായും ചെയ്തത്. നഗറിലെ പ്രധാനപ്പെട്ട 3 റോഡുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി. സമീപത്തുള്ള സാംസ്കാരിക നിലയത്തിൽ വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള നവീകരണവും, അങ്കണവാടിക്ക് ചുറ്റും മതിൽ കെട്ടി സംരക്ഷിക്കൽ, കെട്ടിടത്തിന് മുകളിൽ സ്ട്രെസ് വർക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെട്ടു. നഗറിൽ ഉൾപ്പെടുന്ന 31 വീടുകളിലേക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തുവെന്നും പഞ്ചായത്ത് അംഗം സുജിത് P. രാജ് പറഞ്ഞു. 2023 മാർച്ച് 28-നാണ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നത്. പൂർത്തീകരണം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. 20-ന് വൈകിട്ട് 4-ന് വെള്ളിയാട് ഉദയ ഗ്രാമീണ വായനശാല സാംസ്കാരിക നിലയത്തിലാണ് പരിപാടി. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് വെള്ളിയാട് അരിക്കത്ത് മനപ്പടി പ്രദേശം അംബേദ്കർ ഗ്രാമത്തിൻ്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2021-22 സാമ്പത്തിക വർഷത്തിൽ തുടങ്ങിവെച്ച പദ്ധതി ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർത്തീകരണം കഴിഞ്ഞിരിക്കുന്നു. അതിൽ 31 വീടുകളാണ് ആ ഒരു പ്രദേശത്തുള്ളത്. അതിൽ 3 വീടുകൾ ലൈഫിൽ ഉൾപ്പെട്ട വീടുകളാവുക കാരണം കൊണ്ട് അവരെ ആ പദ്ധതിയിൽ നിന്നും അവരുടെ താല്പര്യപ്രകാരം തന്നെ അവരുടെ അടുത്ത് നിന്ന് NOC വാങ്ങി അവരെ ആ പദ്ധതിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. ബാക്കിയുള്ള 28 വീടുകളാണ് ഇത്തരത്തിൽ ഈ ഒരു നവീകരണ പ്രവർത്തനമായി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 9 വീടുകൾ ട്രസ് വർക്ക് ചെയ്യുകയും മറ്റുള്ള വീടുകളിൽ പ്ലാസ്റ്ററിങ്, ചുമരും അതുപോലെ തന്നെ സീലിങ്ങും ടോപ്പ് സ്ലാബും പാരപ്പറ്റും ഉൾപ്പെടെ നമുക്ക് ആ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് നിലവിലുണ്ടായിരുന്ന ഇടവഴികളൊക്കെ റോഡുകളാക്കി മാറ്റി ആ റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് വാഹന ഗതാഗതം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊരു 3 റോഡുകളാണ് അത്തരത്തിൽ ഇടവഴികളായിരുന്നവ മാറ്റി ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് വാഹന ഗതാഗതം പൂർണ്ണമായി കിട്ടാവുന്ന രീതിയിലേക്ക് അതിന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ അംഗനവാടിയുടെ ചുറ്റുമതിൽ നവീകരണം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ അംഗനവാടിയുടെ അറ്റകുറ്റപ്പണികളും നവീകരണം എന്നുള്ള രീതിയിൽ ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൂടാണ്ട് മുമ്പുണ്ടായിരുന്ന ട്രസ് വർക്ക് അത് ഓട്ടൊക്കെ വീണ് ഷീറ്റൊക്കെ ഓട്ട വീണ് ചോരുന്നൊരവസ്ഥയിലായിരുന്നു. അതും ഈ ഒരു പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഷീറ്റ് വർക്ക് നവീകരണം നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ വായനശാലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാംസ്കാരിക നിലയം. ആ സാംസ്കാരിക നിലയം വൈദ്യുതീകരിക്കാനും അതിൽ ഫാന്, ലൈറ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം നിലവിൽ അതിൽ ഉണ്ടായിരുന്നില്ല. അതും ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള സൗകര്യം, കാരണം ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു ഹാള് പോലെ ഉൾപ്പെടെ നടത്താവുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ നാളെ, അതായത് 20-ാം തീയതി നമ്മുടെ ഷൊർണൂർ നിയോജക മണ്ഡലം MLA ശ്രീ മമ്മിക്കുട്ടി അവർകളാണ് നിർവഹിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരനാണ്. ഈ ഒരു പരിപാടിയിൽ നമ്മൾ ഈ ഒരു പ്രദേശത്തുള്ള SSLC, +2 അതുപോലെ തന്നെ വിജയിച്ചുള്ള മുഴുവൻ കുട്ടികൾക്കും, കൂടാണ്ട് നമ്മുടെ ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ള AG രജീഷിനും ഒരു അനുമോദനവും, കൂടാണ്ട് നമ്മുടെ വനിതമിത്ര അവാർഡ് നേടിയിട്ടുള്ള വിജി ചേച്ചിയുടെ അവർക്കൊരു അനുമോദനവും ഒക്കെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് നാളത്തെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.